നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രേതാനുഭവ കഥയാണ് പറയുന്നത്. പ്രേതാനുഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ്. മനുഷ്യ ശരീരങ്ങളിൽ പ്രേതബാധകൾ കൂടിയാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് വിചാരിക്കേണ്ട. ഒരുപാട് പേരുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് പരിഹരിക്കുന്ന. ഇത് സാത്വികമായും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന വിധത്തിലും നമുക്കിതിനെ ഒഴിവാക്കാം. അപ്പോൾ സാത്വികമായെന്ന് പറയുമ്പോൾ പിന്നീട് ഒരിക്കലും ഈ വരുന്ന ഈ ബാധകൾ നമുക്ക് ആർക്കും ദോഷകരമായി വരില്ല എന്നുള്ളതാണ്. കാരണം അവരെ നമ്മൾ നല്ലൊരു ഭാവത്തിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഉദാഹരണം, അവർ നെഗറ്റീവ് ആണെങ്കിൽ അവരതിനെ പോസിറ്റീവായി മാറ്റുന്ന ഒരു രീതിയാണ് ഈ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ. അങ്ങനെ ചെയ്ത് അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവന്നാൽ ഒരിക്കലും അവർ നമുക്ക് ദോഷകാരിയായി മാറുന്നില്ല. അവരെപ്പോഴും നമുക്ക് ഗുണങ്ങൾ തന്നെ തന്നുകൊണ്ടിരിക്കും. അതേസമയം അവരെ നമ്മൾ മന്ത്രശക്തിയുടെ ബലത്താൽ താൽക്കാലികമായി കീഴ്പ്പെടുത്തി അവരെ നമ്മൾ അടിമയാക്കിയാൽ എന്നായാലും അവർ ആ കിട്ട് പൊട്ടിച്ച് പുറത്തു വരികയും നമുക്കിട്ട് മുട്ടാം പണി വീണ്ടും കിട്ടുകയും ചെയ്യും. അങ്ങനെ ശക്തി പ്രാപിക്കുന്ന ആത്മാക്കളെ പിന്നീട് മിക്കവാറും നമുക്ക് ഒതുക്കാൻ സാധിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് പറയുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലേക്ക് വോയിസ് അയക്കാം. അത് കേട്ടിട്ട് നേരിട്ട് വിളിക്കുക, നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് പ്രേതബാധകൾ അത് ഇന്നും മനുഷ്യന് ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ പ്രേതങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഇത് ദോഷകാരികളാകാറില്ല. അതിങ്ങനെ പലവിധ രൂപങ്ങൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള പല രൂപങ്ങളും കാണിക്കുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമ്മൾ അത് കണ്ട് ഭയപ്പെടുമ്പോൾ മാത്രമേ അതിന് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുള്ളൂ. ഒരു നോർമലായി പോകുന്ന ഒരാൾക്ക് അതിനെ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കാനോ ഒക്കെ പറ്റും. പക്ഷേ അത് ശരീരത്തിലേക്ക് വന്നിട്ട് ആ ശരീരത്തിൻ്റെ നിയന്ത്രണം ഈ ബാധ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഭയപ്പെട്ടാൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം നമ്മളെ ഭയപ്പെടുത്താനുള്ള വഴികളാണ് അത് ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയ ഒരു സംഭവ കഥയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, കാര്യം ഒരു വലിയ സംഭവമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 3 ഭാഗങ്ങളായിട്ട് പറഞ്ഞത്. എൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ് ഈ പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ 2 എപ്പിസോഡും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുന്നത് മനസ്സിലാകും. കേൾക്കാത്തവർ അതൊന്ന് കേട്ടതിന് ശേഷം ഇത് കൂടി കേട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. തൊട്ടടുത്തൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ബുദ്ധിമുട്ടായപ്പോഴത്തേക്ക് അവരെല്ലാവരും കൂടി ഇതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഞാൻ തന്നെയാണ് അതിന് പോയത്. പക്ഷേ അത് വിജയിച്ചില്ല. അതാണ് 2 എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോഴത്തേക്കും ഈ വിദേശത്തിരിക്കുന്നവർ അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അവരെത്രയും പെട്ടെന്ന് ലീവ് എടുത്ത് വരാം എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് അവർ മുന്നോട്ട് പോയി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു സമാധാനപരമായിട്ട് എങ്ങനെയെങ്കിലും ഉടനെ എത്തിക്കൊള്ളാം, എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അതായത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ വെച്ച് തന്നെ, ആ ഭൂമിയിലാണ് ഇതിൻ്റെ വാസം കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആ ഭൂമിയിലാണ്. അപ്പോൾ ആ ഭൂമിയിൽ വെച്ച് തന്നെ ഇതിനെ ആവാഹിച്ച് മാറ്റിയില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടെന്നല്ല, ഇത് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. തൊട്ടടുത്ത് വെച്ച് ചെയ്തപ്പോൾ അത് അവിടെ വന്നെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രസൻസ് കാണിച്ച് തന്നെങ്കിൽ പോലും അത് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വശപ്പെട്ടതുമില്ല, നമ്മളോട് വന്നതുമില്ല. അത് വീണ്ടും അതിശക്തമായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ കൂട്ടി എന്നുള്ളതാണ്. അതായത് ആ പൂജയ്ക്ക് ശേഷം പിന്നീട് ആ പ്രദേശം മൊത്തം ഇത് വ്യാപിച്ചു എന്നുള്ളതാണ്. ഓരോ വീടുകളിലും വാതിൽ തള്ളി തുറക്കുക, ആ തുറന്നിരിക്കുന്ന വാതിൽ അടയ്ക്കുക, വാതിൽ മുട്ടി വിളിക്കുക, വാതിലിൻ്റെ പുറത്ത്, അതായത് വീടിൻ്റെ പുറത്തുകൂടി നോക്കുമ്പോൾ രാത്രി ആരോ നടന്നു പോകുന്നു, ഓടുന്നു, നിലവിളിക്കുന്നു. കുളിമുറിക്കകത്ത് ആരോ നിന്ന് കുളിക്കുന്നതായിട്ട് തോന്നുക, ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല. ഇങ്ങനെ മൊത്തത്തിലൊരു ഭയപ്പാട്, ആ ദേശം മൊത്തവും ഭയപ്പാടുണ്ടാക്കി അവസാനമായപ്പോൾ. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ചെറുപ്പക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രിയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സമീപത്തെത്തുമ്പോൾ പിന്നെ കാണുന്നത് ഇവരൊറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ പുറകിൽ ആരോ ബൈക്കിലിരിക്കുന്നു. പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിയന്ത്രണം തെറ്റുള്ളൂ. അങ്ങനെ ഒരു 4-5 പേർക്ക് അപകടമൊക്കെ സംഭവിച്ചു. അങ്ങനെ ദിവസം പ്രതി ഈ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോഴത്തേക്കും ഈ വിദേശത്തുള്ളവർ, അതായത് വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞങ്ങളില്ലെങ്കിലും ഇത് ഞങ്ങളുടെ ഭൂമിയിൽ വെച്ച് ചെയ്യാനുള്ള അനുവാദം ഞങ്ങൾ തരാം. അങ്ങനെ ചെയ്താൽ പരിഹരിക്കപ്പെടുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ
അത് ശരിയാണ്. എനിക്കും തോന്നി ഈ അവർക്ക് ലീവും കിട്ടുന്നില്ല. ഈ ഇടയ്ക്ക് 3 പേരെ ലീവ് കിട്ടി വന്നു. പക്ഷെ വന്ന് പൂജ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ ബന്ധു മരിച്ചു പോകുന്നു. അങ്ങനെ സർവത്ര തടസ്സങ്ങളും സർവത്ര നാശങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ച് ഇവരില്ലെങ്കിൽ പോലും പരിഹരിക്കാം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ആത്മാക്കൾക്ക് ഇപ്പോൾ ഈ ഭൂമിക്ക് ഉടയരായിട്ടുള്ളവരുമായിട്ട് ഒരു ബന്ധവുമില്ല. ആര് പങ്കെടുത്താലും മതി. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് വേണം. കാരണം അവർക്ക് ഈ ഭൂമിയുമായി, ഈ നിൽക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ഈ ഭൂമിയുമായി ബന്ധമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ശരി, നമുക്ക് നിങ്ങളില്ലെങ്കിലും ചെയ്യാം. കാര്യം അവർ വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഒരു വിധത്തിൽ അവർക്ക് ലീവ് കിട്ടുന്നില്ല, വരാൻ പറ്റുന്നില്ല. അപ്പം ഇതാണ് വഴിയെങ്കിൽ ഇത് ചെയ്യൂ. എന്നിട്ട് അവർ പറയുന്നു, താങ്കൾ ചെയ്തു നോക്കൂ, വിജയിച്ചില്ലെങ്കിൽ ഞങ്ങളെത്തും. എത്തിയതിന് ശേഷം എന്തായാലും ഇപ്പം എത്ര ചിലവാകും, എന്താണ് ബുദ്ധിമുട്ടെന്ന് നോക്കണ്ട, ഒരു നാടിനെ രക്ഷിക്കാനുള്ള ഒരു വഴിയാണ്. ഇപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. താങ്കളത് എങ്ങനെയാണെങ്കിലും അത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ ഇതുമായി മുന്നോട്ട് പോയി. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ നിൽക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ ഒരു ദിവസം തീരുമാനിക്കുന്നു. അങ്ങനെ ആ വീട്ടിനകത്തല്ല, വീടിൻ്റെ പുറത്ത് തന്നെ ഞങ്ങൾ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി വലിയ രീതിയിൽ. അപ്പം എനിക്കറിയാം ഇത് 1 അല്ല 2 അല്ല 3 അല്ല, അതായത് പ്രേതങ്ങൾ, ഒട്ടനവധി പ്രേതങ്ങളുടെ സാന്നിധ്യം. അതും ഒന്നിനും ശക്തി കുറഞ്ഞതല്ല, ഇതെല്ലാം ഒന്നിനൊന്ന് ശക്തി കൂടിയതാണ്. പല വിധത്തിലുള്ള അക്രമങ്ങൾ കാണിക്കുന്നതാണ്. പല വിധത്തിൽ അതിന് മനുഷ്യന് അതിൻ്റെ ഒരു സാന്നിധ്യം കാണിച്ചു കൊടുക്കാൻ പല വിധത്തിലും കഴിവുള്ളവരാണ്. ഒരാൾക്ക് ഒരു വിധത്തിലാണെങ്കിൽ മറ്റൊന്നിന് മറ്റൊരു വിധത്തിൽ. അപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല, ഞാൻ പറഞ്ഞ കണക്ക് ഒട്ടനവധിയുണ്ട്. എത്രയെന്ന് എണ്ണിയെടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് എന്തായാലും 1 ദിവസമോ 2 ദിവസമോ കൊണ്ട് തീരാൻ ഒരു സാധ്യതയില്ല. അപ്പം എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞത്, ഇനി അത് എത്ര ദിവസമാണെങ്കിൽ തന്നെ നമുക്കിത് പൂർണ്ണമായും ഇത് പരിഹരിക്കണം. അതിന് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുന്നിൽ വെച്ചത്. ഞാൻ എന്തായാലും ഏറ്റു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാരും ഒക്കെ കൂട്ടി അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് തുടങ്ങിയാൽ വിട്ടിട്ട് വരാൻ പറ്റില്ല. എത്ര ദിവസമായാലും ഇത് പൂർത്തീകരിച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റും, പകുതിയിൽ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഒക്കെ എല്ലാം ഒരുക്കി വെച്ചു. പക്ഷേ വീടിനകത്ത് ഞാൻ പറഞ്ഞു ആരും കയറേണ്ട കാര്യം, വീടിനകത്ത് നമുക്ക് കയറേണ്ട കാര്യം, നമുക്ക് പുറത്ത് മതി. അപ്പോൾ താമസിക്കുന്ന തൊട്ടടുത്ത വീട്ടിലൊക്കെയാണ് നമുക്ക് സംവിധാനങ്ങൾക്ക് ഒരുക്കി തന്നത്. അപ്പോൾ ഈ വീട്ടിലെ മറ്റ് ബന്ധുക്കളൊക്കെ അവിടെ അടുത്തുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ഇതിന് യഥാർത്ഥ അവകാശികൾ വിദേശത്താണെന്നേ ഉള്ളൂ. മറ്റ് ബന്ധുക്കളെല്ലാവരും വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം പൂജ തുടങ്ങി. രാത്രിയാണ്, സന്ധ്യയോടുകൂടിയാണ് പൂജ തുടങ്ങി. അന്ന് പൂജയെല്ലാം ചെയ്തു. അന്തരീക്ഷത്തിൽ ഒരു ചലനവുമില്ല. അതായത് ഒരു ശ്മശാന മൂകത എന്ന് പറയുന്നത് പോലെ ഒരു ഇളം കാറ്റ് പോലും വന്നില്ല. ദീപമെല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ സ്വർണം പോലെ നിൽക്കുന്നു. ഒരു കാറ്റ് പുറത്താണ് ഇരിക്കുന്നത്, ഒരു കാറ്റ് വന്നു പോലും അത് ചലിക്കുകയൊന്നും ചെയ്യുന്നില്ല. ആദ്യ ദിവസം ഞങ്ങൾ പൂജ തീർത്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏകദേശം ഞങ്ങളിത് പൂജ തീർത്തു എന്ന് വെച്ചാൽ വിളക്കൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിയിട്ട് എണീറ്റപ്പോഴത്തേക്ക് തൊട്ടടുത്ത് ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ ഈ സുപ്രഭാതം ഇടുന്ന പാട്ടൊക്കെ ഞങ്ങൾ കേട്ടു. അപ്പോൾ എത്ര സമയം കൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. കഴിഞ്ഞു. വീണ്ടും രാവിലെ തുടങ്ങുകയാണ്. ഞങ്ങൾ പോയി കുറച്ച് റെസ്റ്റും ഒക്കെ എടുത്തു. വീണ്ടും ഒക്കെ ഒന്ന് കുളിച്ചു റെഡിയായി വന്നു. രാവിലെ വീണ്ടും പൂജ തുടങ്ങുകയാണ്. അപ്പം എനിക്കറിയാം ആദ്യം എന്തായാലും ഇതിനെ ഒന്ന് ആവാഹിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ 1, 2, 3 ഒന്നും അല്ല, ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ ആവാഹിച്ച് എടുക്കുന്ന സമയത്തിന് ഇത് ഏതെങ്കിലും ശരീരത്ത് വരുമോ എന്നറിയില്ല. പക്ഷേ ശരീരത്ത് വന്നാലേ പറ്റൂ എന്നൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായി. ഞാനവിടെ പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, ഇതെന്താണെന്നൊന്നും മനസ്സിലാകുന്ന വിധത്തിൽ ഇതിനെ ഒന്ന് പരിഹരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പൂജ തുടങ്ങി. ഒരു 11 മണിക്കും 12 മണിക്കുമ്പോൾ ഞങ്ങൾ നിർത്തി. അപ്പം അപ്പോൾ ചെയ്യുന്ന ഈ പൂജയും ഹോമങ്ങളും, അതായത് നമ്മൾ ഈ നിലവിളക്കിൽ ഇരുത്തിരിക്കുന്ന ദേവതമാരെ ആവാഹിച്ചിരുത്തി അവർക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന വിധത്തിലുള്ള വിശേഷ പൂജകളും അതുപോലെ ഹോമങ്ങളൊക്കെ ഉണ്ട്. മഹാസുദർശനം ഇതെല്ലാം ചെയ്ത് നമ്മളിങ്ങനെ അന്തരീക്ഷവും മൊത്തത്തിൽ ഒരു ശക്തിപ്പെടുത്തി ഒന്ന് സുരക്ഷിതമാക്കി എടുക്കുന്ന കർമ്മങ്ങളാണ്. 2 ദിവസം, ആദ്യത്തെ 2 ദിവസം മൊത്തം അത് തന്നെയാണ് ചെയ്തത്. 3-ാമത്തെ ദിവസം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നെഗറ്റീവുകളെ ആവാഹിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പം രണ്ടാമത്തെ ദിവസം പൂജ കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും വിളിച്ചെത്തി സംസാരിച്ചു. ഇനി ഇങ്ങനെയാണ്. അപ്പം ഇതിനാരെങ്കിലുമൊക്കെ തയ്യാറായാൽ മാത്രമേ ഇത് ഏതെങ്കിലുമൊക്കെ ശരീരത്ത് വരികയുള്ളൂ. ഇല്ലെങ്കിൽ
ഒരു അപ്പം ഞാൻ അപ്പോഴേ തീരുമാനിച്ചു ഒരു 10 പ്രതിമ വേണം. അത് 10ഉം പല വിധത്തിലാണ് നമുക്ക് ചെയ്ത തടിയിലും, അതായത് ചന്ദനത്തടിയിലും കാഞ്ഞിര തടിയിലും അതുപോലെ കടും പായസത്തിലും കളിമണ്ണിലും ഒക്കെ ആയിട്ട് 10 വിവിധ ദ്രവ്യങ്ങൾ കൊണ്ട് 10 പ്രതിമകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറേയൊക്കെ ഞങ്ങൾ സംഘടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി അപ്പോഴും ചെറിയ ഈ കളിമണ്ണൊക്കെ ഉള്ളത് ഞങ്ങൾ അപ്പോഴും ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. എല്ലാത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വലിയ അതായത് മുറിക്കാത്ത വാഴയിലാണ് ഇതെല്ലാം നമ്മൾ വെച്ച് ആവാഹനം ചെയ്യുന്നത്. ഒരു വലിയ രീതിയിലുള്ള സംഭവമായിരുന്നു. അപ്പം ഒന്നുകിൽ ഇതിലേക്ക് ആവാഹിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും തയ്യാറായാൽ അവരുടെ ദേഹത്തേക്ക് വരാം. കാരണം ഇത് 10 ഉള്ളതുകൊണ്ട് 10 പേര് വേണം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു, നമ്മൾ ആരോടും ചോദിക്കണ്ട. കാരണം ഓരോരുത്തർ വിളിച്ചിരുത്തിയാൽ ചിലപ്പോൾ ആരും അതിന് തയ്യാറാകില്ല. പിന്നെ ഈ വിളിച്ചിരുത്തുന്നവർ, അയാൾ പറഞ്ഞൊരു കാര്യമാണ്, വളരെ എനിക്കും തോന്നിയൊരു കാര്യമാണ്. അവർ ചിലപ്പോൾ അവർക്ക് തന്നെ സ്വയം തോന്നി ഇങ്ങനെ ഏതെങ്കിലും വന്നു, ശരീരത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചാടി ഇറങ്ങിയാലോ. അതുകൊണ്ട് ആരെന്ന് നമ്മൾ തീരുമാനിക്കാതെ ആരുടെയെങ്കിലും ശരീരത്ത് വരട്ടെ എന്നുള്ളൊരു രീതിയിൽ താങ്കളത് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്കും തോന്നി അതാണ് ശരി. എന്തായാലും എൻ്റെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ടൊരു ഒരു 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 എന്താണ് പറയുന്നത്, ഒരു കേസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പൂജാതി കർമ്മം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് ഓരോ നമ്മൾ ചുവടുകളും വളരെ സൂക്ഷ്മതയോടുകൂടി വയ്ക്കണം. പക്ഷേ നാട്ടുകാരെല്ലാവരും എൻ്റെ കൂടൊപ്പമുണ്ട്. ശരി, സമ്മതിച്ചു. ഒരുപാട് പേരുണ്ട്. ഒരു വലിയ മുറ്റമാണ്. ഒരുപാട് പേര്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ആവാഹന പൂജ, അപ്പം രാവിലെ 3-ാമത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പൂജയെല്ലാം പൂർത്തിയാക്കി. രാത്രി സന്ധ്യയ്ക്ക് ശേഷമാണ് നമ്മൾ ആവാഹനം. സന്ധ്യയ്ക്ക് ശേഷം ആവാഹന പൂജ തുടങ്ങിയാലും ഇത് പൂർണ്ണമായും വരുന്നത് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ നട അടച്ചതിന് ശേഷമാണ്. അടുത്തൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ സന്ധ്യയോടുകൂടി ഞങ്ങൾ ഇതിനുള്ള പൂജകളൊക്കെ തുടങ്ങി. അപ്പം പ്രധാനമായും ഞാൻ ഇരുത്തുന്ന കുറച്ച് ദേവീ ഭാവങ്ങളുണ്ട്. ആ ദേവീ ഭാവങ്ങളെ പ്രധാനമായും ഇരുത്തി അവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് നല്ല നിവേദ്യമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ആവാഹന പൂജ തുടങ്ങുന്നത്. അങ്ങനെ തീർന്നു. ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്ക് ആവാഹനത്തിൻ്റെ ആദ്യ ഘട്ടത്തിലേക്ക് കടന്നു. ഈ 10 രൂപങ്ങളും 10 ഇലയിൽ വെച്ചു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഈ ദേശത്ത് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുരാത്മാക്കൾ എത്രയുണ്ടെങ്കിലും എല്ലാം ഇതിലേക്ക് വരണം എന്നുള്ളൊരു മനസ്സിൽ ആ ഒരു സാധ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ഞാൻ ഈ പൂജ തുടങ്ങി. അപ്പോൾ എൻ്റെ ചുറ്റിനും എൻ്റെ കൂടെ ഉള്ള പൊറ്റുമാരും ഒക്കെ ഉണ്ട്. ഏകദേശം ഒരു 1-1.5 മണിക്കൂറായപ്പം അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് ചുറ്റിനും ഇരിക്കുകയാണ്. അതിൽ നിന്നും ആദ്യം ഒരു സ്ത്രീ ഈ കുരവയിട്ടുകൊണ്ട് ചാടി എണീറ്റു. ഈ ഒരു സ്ത്രീ എണീറ്റപ്പത്ത് ഇവരിങ്ങനെ ചാടി എണീറ്റപ്പം ഞാനിങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കണം. ഇത് 3-ാമത്തെ ദിവസമാണ്. ഇത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ടൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഇതിൽ വിജയിക്കോ ഇല്ലയോ എന്നൊക്കെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ക്ലൈമാക്സ് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ അതായത് ഈ ആളിൻ്റെ ഇടയ്ക്ക് ഈ സ്ത്രീ കുരവയിട്ടുകൊണ്ട് ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ അവർ മുടിയൊക്കെ ഇങ്ങനെ വലിച്ച് പിരുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുക. അവിടെ എണീറ്റ് നിന്നിട്ട് മുടിയെല്ലാം ഇങ്ങനെ പിരുത്ത് ഇട്ടുകൊണ്ട് നിന്നപ്പോണ്ട് തൊട്ടടുത്തിരുന്ന വേറൊരു സ്ത്രീ ഇവരെ വസ്ത്രത്തിൽ പിടിച്ച് തള്ളി അങ്ങിട്ടു, വലിച്ചിട്ടപ്പോൾ ഞാൻ വിചാരിച്ച്, പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് തോന്നുകയാണ്, ഇനി അവരുടെ ഏതെങ്കിലും മക്കളോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളോ ആണോ നാണക്കേട് കരുതിയിട്ട് അങ്ങനെ പിടിച്ചിട്ടാണോ നോക്കിയപ്പോൾ ഇവരെ പിടിച്ചിട്ടിട്ട് അവർ കാണിച്ചതുപോലെ ഈ സ്ത്രീ കാണിക്കുകയാണ്. പറഞ്ഞു തീരും മുമ്പേ ഒരു 6 സ്ത്രീകൾ ഇതിനിടയ്ക്ക് നിന്നും ഇതേ കണക്ക് നിലവിളിച്ചുകൊണ്ടും കുരവയിട്ടുകൊണ്ടും അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടും അങ്ങ് എണീറ്റു. നോക്കുമ്പോൾ 6 പേര് 6 ഭാഗത്തു നിന്നിങ്ങനെ തുള്ളിക്കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പോറ്റുമാർ മറ്റുള്ളവരോട് പറഞ്ഞ് പിടിച്ചു കൊണ്ടിരുത്താൻ പറഞ്ഞു. ഓരോ ഇലയുടെ അടുത്തായിട്ട് കൊണ്ടിരുത്താൻ പറഞ്ഞു. പിടിച്ചു കൊണ്ടുവന്നു. പിടിച്ചു കൊണ്ടുവരുമ്പോൾ ചിലവരൊക്കെ അങ്ങ് കുതറി. ശരിക്കും അത് കാണേണ്ട ഒരു സീനായിരുന്നു. ആൾക്കാരെല്ലാം തയ്യാറായി നിൽക്കണം. ഓരോരുത്തർ വന്ന് ഇങ്ങനെ ഓരോരുത്തരല്ല 2-3 പേര് ചേർന്ന് ഓരോരുത്തർ പിടിക്കുമ്പോൾ അവരിങ്ങനെ കുതറുന്നവരുണ്ട്. എന്നാൽ ശാന്തമായിട്ട് തലകുനിച്ച് വന്നിരിക്കുന്ന ഈ 6 എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഒരു കുറച്ച് സമയത്തിനുള്ളിൽ 6 പേരെയും 6 ഇലയുടെ ചുവട്ടെ കൊണ്ടിരുത്തി 4 ഇല ഒഴിഞ്ഞു കിടക്കുകയാണ്.
അവിടെ ഇരുത്തി. അപ്പം അതിൻ്റെ മുന്നിലിരുന്നവരിങ്ങനെ മുടിയിട്ട് അടിക്കുന്നുണ്ട്, എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ പല ചോദ്യങ്ങൾ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട്. അവരൊന്നും ഞാൻ ചോദിക്കുന്നെന്ന് പോലും ചിന്തിക്കാത്ത വിധത്തിൽ അവരൊക്കെ ഇങ്ങനെ പല കോക്കറികളും കാണിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഭയപ്പാടാണ്. ഈ ആറും കൂടെ എണീറ്റ് അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ അതിന് തക്കതായിട്ട് ആൾക്കാർ ചുറ്റിനും നിൽപ്പുണ്ട്. അപ്പോൾ 4 ഇല ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പ്രധാന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഇതിപ്പോൾ 4 എണ്ണമായി, ഇത്രയും ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞു അറിയില്ല, എനിക്ക് ഒരു പിടിയില്ല, എന്നാലും 10 ഇല ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. ആവാഹനം തുടങ്ങി. അപ്പം ഈ ഇരിക്കുന്ന ശക്തി, പക്ഷെ അവർ വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഒരക്ഷരം സംസാരിക്കുന്നു. അവരിങ്ങനെ എന്തൊക്കെയോ ബഹളങ്ങൾ കാണിക്കുന്നുണ്ട്, ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ആവാഹനം നടത്തുമ്പോൾ ഓരോന്നോരോന്നോരോന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ അവരുടെ ആ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ പവർ ശക്തി കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ മുക്കലും മൂളലുമായി ചിലതൊക്കെ അതേ കണക്കിന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്നും ഒരു നിലവിളിയും ബഹളവും കേൾക്കുന്നു. നോക്കിക്കൊണ്ട് ഒരു പുരുഷൻ ഇതുപോലെ ഓടിക്കൊണ്ടുവരികയാണ്. അയാളൊരു, എനിക്ക് നല്ല ഓർമ്മ, കള്ളിപ്പേശ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പൂജയ്ക്ക് വന്നതാണെങ്കിൽ അയാൾ പുറകിലെവിടോ 2-3 പേരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ ഇങ്ങോട്ട് വന്നില്ല. ഈ കൂട്ടുകാരോട് അതിന് പിന്നീടാണ് കൂട്ടുകാർ പറഞ്ഞത്, നിന്ന കൂട്ടുകാരെല്ലാവരെയും ഇയാൾ 2 കൊണ്ട് തള്ളിയിട്ടതിന് ശേഷമാണ് ഇയാൾ ഓടി വന്ന് ഓടി വന്ന് ആരും പിടിച്ചിരുത്തേണ്ടി വന്നില്ല. വന്ന് നേരെ ഒരു ഇലയുടെ മുന്നിലിരുന്നിട്ട് അങ്ങേര്, അയാളാണ് ആ ഇലയുടെ മുന്നിലിരുന്നിട്ട് ഈ ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് കയ്യാട്ടി വിളിക്കുന്നുണ്ട്. വാ 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 എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ചുറ്റിനും നോക്കി ഇയാൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചു കുറേ സമയം ഇയാൾ അപ്പം ആരാണ് വിളിക്കുന്നതെന്ന്, ആരോ വിളിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് ആരെ വിളിക്കുന്നു എന്ന് നമുക്കറിയില്ല. അപ്പം ഇയാൾ ആരെയോ ലക്ഷ്യം വെക്കുകയാണ്. ആരും ഇയാൾ കാണുന്നുണ്ട്. ചുറ്റിനും നോക്കിയിട്ട് വാ 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 എന്ന് വിളിക്കുന്നത്. പറഞ്ഞു തിരിയുന്ന മുമ്പേ ഒരു 5 പുരുഷന്മാരും 4-5 ആണ് പുരുഷന്മാരൂടെ, അതായത് 10 ഇലയും കഴിഞ്ഞിട്ട് വീണ്ടും 2-3 പേരൂടെ ഉണ്ടായിരുന്നു. പുരുഷന്മാരെല്ലാം കൂടി ഇഞ്ഞ് വന്ന് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ഞാൻ അപൂർവമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും കൂടി വന്നിരുന്നു. പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ഞാൻ ഒരുപാട് ചോദ്യം ചോദിച്ചു, എൻ്റെ കൂടെ ഉള്ളവർ ചോദ്യം ചോദിച്ചു. അവസാനം ഈ പൂജ നടത്താൻ വേണ്ടി നമ്മളോടൊപ്പം നിന്ന് എല്ലാവരും കൂടി വന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും ഒന്നും പറയുന്നില്ല. ഈ ചോദിക്കുന്നവർ എന്താണെന്ന് പോലും, എന്നോടാണോ ചോദിക്കുന്നത് എന്ന് പോലും അവർ ശ്രദ്ധിക്കാത്ത വിധം എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നു. ഒരുപാട് സമയമെടുത്ത് ഈ സകലതിനെയും, ഈ 12-13 പേരുണ്ടായിരുന്നു, ഈ എല്ലാവരെയും ഈ ഓരോ രൂപങ്ങളിലേക്കും ഒരു രൂപത്തിൽ തന്നെ 2 പേരെയൊക്കെ ആവാഹിച്ചു. ആവാഹനം പൂർത്തിയാകുന്നു എന്നറിയുമ്പോൾ ഓരോരുത്തരായിട്ട് കുഴഞ്ഞ് പുറകിലേക്ക് വീഴുന്നു. അങ്ങനെ അവൻ എൻ്റെ കൂടെ പോറ്റിമാരൻ പെട്ടെന്ന് തീർത്ഥമൊക്കെ തളിച്ചു. ഓരോരുത്തരെ മാറ്റി അങ്ങനെ അവസാനം ഈ 10 ഇലയിലും നമ്മളിത് പൂർത്തിയാക്കുമ്പോൾ ഏകദേശം സമയം വെളുപ്പാങ്കാലമായി. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു നല്ല രീതിയിൽ. നേരം വെളുത്തു വരുന്നു. ക്ഷേത്രത്തിൽ പാട്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കാണ് ഈ പൂർത്തിയാക്കിയത്. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല, ഒരേ കണക്ക് ചമ്രം പടിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ട്, അവരൊക്കെ എണീറ്റ് നടക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നവർക്കും അവർക്കും ജോലിയാണ്. ആരും ഈ ക്ഷീണമൊന്നും അറിയുന്നില്ല. കാര്യം അങ്ങനെയുള്ള പ്രകടനങ്ങളാണ് ഈ വന്നിരിക്കുന്ന ഇത്രയും ആൾക്കാരെ കാണിച്ചത്. അങ്ങനെ എല്ലാ സകലതിനെയും ഞങ്ങൾ ആവാഹിച്ചു മാറ്റി. അപ്പോൾ ഇത് ആരെന്നോ, എവിടെ നിന്ന് വന്നെന്നോ, എന്താണെന്നോ, പേരെന്താണെന്നോ, എപ്പോൾ മരിച്ചെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല. ആരും ഒന്നും പറയുന്നില്ല. കാര്യം ഈ 10-12 പേരുടെയും കൂടി ബഹളമായപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് പോലും കേൾക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു, വല്ലാത്തൊരു ബഹളമായിരുന്നു അവിടെ. എന്തായാലും ഈ ബഹളത്തിനിടയ്ക്കും സകലതിനെ ആവാഹിച്ച്, ആവാഹനം ഞാൻ പറഞ്ഞതുപോലെ ആവാഹിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മറിഞ്ഞ് പുറകിലേക്ക്, ആ മനുഷ്യരെല്ലാം മറിഞ്ഞ് പുറകിലേക്ക് വീഴുന്നു. പോറ്റുമാർ വെള്ളം തളിക്കുന്നു, മറ്റുള്ളവർ എടുത്തു കൊണ്ടുപോകുന്നു. അപ്പം ഈ 1-2 കഴിയുമ്പോൾ മറ്റുള്ള അതായത് ഈ മറിഞ്ഞ് വീണവരൊക്കെ സ്വഭാവത്തോടുകൂടി ഇപ്പം എൻ്റെ മുടിയൊക്കെ വാരി കെട്ടി വന്ന് അവർ മറ്റുള്ള സംഭവം നോക്കി നിൽക്കുകയാണ്. അങ്ങനെ 10 പേരെ ആവാഹിച്ചു കഴിഞ്ഞു, പൂർത്തിയാക്കി. ഈ 10 പിന്നീട് ഉള്ള കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയാം. ആവാഹനം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിനെല്ലാം ഞങ്ങൾ വെള്ളിപ്രതിമയിലേക്ക് ആവാഹിച്ച് അടുത്ത ദിവസം തർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ 12 പേരെ കൊണ്ടും 4 പേരൊന്നും അറിയില്ല എങ്കിൽ പോലും മനസ്സിൽ അതായത് അവരുടെ മുന്നിൽ നിൽക്കുന്ന ഈ ആത്മാക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തർപ്പണങ്ങളെല്ലാം നടത്തി, അതായത് മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ ഇതെല്ലാം നടത്തി പൂർത്തീകരിച്ചു കൊടുത്തു. അതിന് ശേഷം
പിന്നീട് ഒരു ബുദ്ധിമുട്ടും ആ പ്രദേശത്തോ ആ വീട്ടിലുള്ളവർക്കോ വന്നിട്ടില്ല. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കെല്ലാം ലീവ് കിട്ടി. എല്ലാവരും അവിടെ വന്നിരുന്നു. എന്നെ ആ വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിരുന്നു. എനിക്ക് ഒരുപാട് അവർ കാഴ്ചകളും നല്ല രീതിയിൽ എനിക്ക് സമ്പത്തുമൊക്കെ തന്നു. വളരെ സന്തോഷത്തോടു കൂടി അവർ എന്നോട് ഇടപഴകുകയും എനിക്കും അതേ കണക്ക് സന്തോഷമായി. ഒരുപാട് ഞാൻ അവിടെ ചെന്നു നിറഞ്ഞിട്ട് ആ നാട്ട് പരിസരത്തുള്ള ഒരുപാട് പേര് വന്നിരുന്നു. കാരണം അതൊരു എനിക്ക് തോന്നുന്നു മറ്റൊരാൾ വന്നാലും പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഇത്. കാര്യം ഞാൻ മാത്രമല്ലല്ലോ, ഒരുപാട് പേര് എന്നെക്കാളും ഒക്കെ നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ അവസരം എനിക്കാണ് കിട്ടിയത്. ഇത് ഞാനൊരു അംഗീകാരമായി പറയുന്നില്ല. എങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ ആരെങ്കിലും ചെല്ലണമല്ലോ. അപ്പോൾ ഇത്രയും സങ്കീർണമായൊരു പ്രശ്നം പരിഹരിക്കാൻ ഒരവസരം കിട്ടുന്നതും നമുക്ക് ഒരു ഭാഗ്യമായിട്ടേ എനിക്ക് അങ്ങനെ നമുക്ക് കണക്കാക്കാം. അത് ഏത് വിഷയത്തിലായാലും ഒരാളൊരു മരണത്തിലേക്ക് പോകുമ്പോൾ അയാളെ രക്ഷിക്കാൻ പറ്റുന്നതും നമുക്ക് വരുന്ന ഒരു ഭാഗ്യമാണ്. ഒരാളെ രക്ഷിക്കാൻ പറ്റുക, അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കുറേ വീട്ടുകാരുടെ ഇതേ കണക്കുള്ള അവരുടെ ഒരു മാനസികമായിട്ടുള്ളൊരു പേടി, ഭയം, അല്ലെങ്കിൽ ഇതേ കണക്കുള്ള അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വിഷയം വന്നപ്പോൾ അതിനെ പരിഹരിക്കാൻ എൻ്റെ ഒരു മനസ്സിൽ ദൈവം തന്നെ അതിനൊരു വഴി കണ്ടെത്തുകയും എന്നെ തന്നെ അവിടെ കൊണ്ടെത്തിക്കാൻ ദൈവം ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം. അത് എൻ്റെ ജീവിതത്തിൽ അപൂർവമായി കിട്ടിയ ഒരുപാട് ഭാഗ്യങ്ങളിൽ ഒന്നാണ് എനിക്ക്. കാര്യം എനിക്ക് ഒരുപാട് എൻ്റെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ എൻ്റെ ഒരു വളർന്നു വന്ന പശ്ചാത്തലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കാതെ, അർഹതയില്ലാത്ത, ഞാൻ ഇതിനൊക്കെ അർഹനാണെന്ന് ചിന്തിച്ച് പോകുന്ന വിധത്തിലുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മരിച്ചുപോയ നിത്യഹരിത നായകൻ പ്രേം നസീർ. അദ്ദേഹവും ഞാനും മാത്രമായിട്ട് 1 മണിക്കൂറോളം ഞങ്ങൾ മാത്രമായിട്ട് ചിലവഴിക്കാൻ എൻ്റെ ഒരു അപൂർവമായിട്ടൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പലപ്പോഴും നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഈനാട് ദിനപത്രം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ ആർട്ടിസ്റ്റായിരുന്നു, ലേഔട്ട് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു പത്രം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയൊക്കെ അപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്കൊക്കെ അതായത് പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയമാണ്. ആ സമയത്തിന് ഈ പത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നത്തെ കണക്കുള്ള പത്രമല്ല. അന്ന് ഈ പറഞ്ഞ കണക്ക് ഫോട്ടോ കമ്പോസിങ് തുടങ്ങിയ ഒരു കാലമാണ്. അതായത് നമ്മൾ ഈ വാർത്തകൾ വരുന്ന ഫോട്ടോ കമ്പോസിങ്, അത് വന്നിട്ട് ഫോട്ടോ പേപ്പറിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി അത് ഡെവലപ്പ് ചെയ്തു. അത് കൊണ്ടുവന്ന് പിന്നെ ഈ ലേഔട്ട് ടേബിളിൽ വെച്ച് ലേഔട്ട് ചെയ്തു. അതിനെ പിന്നെ ഫിലിമാക്കി പ്ലേറ്റ് ചെയ്തു, അത് പ്രിൻറ്റിങ് മെഷീനിൽ കയറ്റി, അങ്ങനെയൊക്കെ വരുന്ന പ്രിൻ്റ് ചെയ്തിറങ്ങും. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെക്ഷൻ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ വന്നപ്പോൾ ഇദ്ദേഹം വന്നത് രാവിലെ ഒരു 10-11 മണിക്കാണ്. അപ്പോൾ നമ്മുടെ പ്രസിൻ്റെ ഈ വർക്കുകളൊക്കെ തുടങ്ങുന്നത്, അതായത് ഡെസ്കിൽ അപ്പോഴുണ്ടായിരിക്കും, ബാക്കി ഇതൊക്കെ തുടങ്ങുന്നത് 3 മണിക്ക് ശേഷമാണ്. വന്നപ്പോൾ എൻ്റെ ഭാഗ്യത്തിനാണ് അന്ന് ഇവിടെ ഈ സെക്ഷനിലൊന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാം കാണണം, വലിയ തിരക്കുള്ള മനുഷ്യനല്ലേ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനായിട്ട് അന്നത്തെ അവിടുത്തെ ഞങ്ങളുടെ എഡിറ്റർ അദ്ദേഹം എന്നെയാണ് ചുമതലപ്പെടുത്തി തന്നത്. അപ്പം എന്നോടൊപ്പം ഇത്രയും കണ്ടുവരാൻ ഒരുപാട് സമയം, 1 മണിക്കൂറോളം സമയമെടുത്തു. ഈ 1 മണിക്കൂറോളം ഈ സെക്ഷനിൽ മറ്റാരും വരില്ല. അപ്പോൾ ഈ സെക്ഷനിൽ അദ്ദേഹത്തിനെ കൊണ്ടു നടന്നു. അതായത് ഡെസ്കിൽ എഡിറ്റർ കാണിച്ചു കൊടുത്തു. ഡെസ്ക് കഴിഞ്ഞു അടുത്ത ഡാർക്ക് റൂമിലേക്ക് കയറുന്ന ഭാഗം മുതൽ, അതായത് ഈ ഫോട്ടോ കമ്പോസിങ് കഴിഞ്ഞ് അതിൻ്റെ ഗ്യാലറി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കൊണ്ടുവന്ന് പിന്നെ പ്രസൻറ്റ് അകത്തേക്ക് നമുക്കത് സീക്രട്ടാണ്. അവിടെയൊന്നും അന്നത്തെ കാലത്ത് ആരും വരാറില്ല. ഇന്നാണ് എല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്തെടുക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല, പലതും പല രീതിയിൽ പല സെക്ഷനിലാണ് ചെയ്തെടുക്കുന്നത്. അതും കൂടുതൽ തമിഴന്മാരാണ് അന്ന് വന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എനിക്കറിയാവുന്നുള്ളതുകൊണ്ട് സാർ എൻ്റെ കൂടെ വന്ന് നിന്നു, എല്ലാ പ്രവർത്തനങ്ങളും കണ്ടു. ഏറ്റവും അവസാനം അന്ന് ടൈറ്റിൽ എഴുത്താണ്. അതായത് ഒരു 60 പൈക്കാന്നൊക്കെ പറയാം, ഒരു സൈസുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വലുതായിട്ട്, അത് മെയിൻ ടൈറ്റിലെല്ലാം അന്ന് നമ്മൾ ഇന്ത്യൻ ഇങ്ക് കൊണ്ട് എഴുതുകയാണ്. ഞാൻ ബേസിക്കലി ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അന്ന് പ്രധാന ടൈറ്റിലെല്ലാം എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതം. അപ്പോൾ തലേന്ന് ഞാൻ എഴുതിയ ടൈറ്റിൽ കാണിച്ചു കൊടുത്തു. അപ്പം വളരെ സ്പീഡായിട്ട് പത്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒന്നും വളരെ സമയം, അതായത് 6:50 വൈകുന്നേരം 6:50 ട്രെയിനിൽ ഈ പത്രം പോയിരിക്കണം. അപ്പോൾ അതിന് മുമ്പൊക്കെയാണ്. അപ്പോൾ ഒരു 5:30 മണി വരെ വാർത്തകൾ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു അല്പസമയത്തിനുള്ളിലാണ് നമ്മൾ പത്രം പ്രിൻറ്റിങ് തുടങ്ങുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ചെയ്ത് ഈ ടൈറ്റിലൊക്കെ എഴുതുമ്പോൾ സ്പീഡായിട്ട് എഴുതുന്നത് അതൊരു ടെക്നിക്കാണ്. അതിനെന്നെ പഠിപ്പിച്ചത് നമ്മുടെ നാനയിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആവണീശ്വരം ജയചന്ദ്ര സാറാണ്. അതിനുള്ള പരിശീലനമൊക്കെ തന്നിട്ടുള്ളത്. തലേന്ന് എഴുതിയ ടൈറ്റിൽ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം, അതൊന്ന് എഴുതി കാണിച്ചു തരുമോ, ഒന്ന് ഇത്രയും വേഗത്തിൽ എഴുതുന്നത്.
അപ്പം ഞാൻ പെട്ടെന്ന് എഴുതി കാണിച്ചു കൊടുത്തു. എന്നെ ഒരുപാട് അദ്ദേഹം അഭിനന്ദിച്ചു, കഴിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അന്നും എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പത്രം തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള ഇത് സംസാരിച്ചു. ഏകദേശം ഒരു മണിക്കൂറിന് അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ലോക പ്രസിദ്ധനായ ഒരു മനുഷ്യൻ നമ്മളോടൊപ്പമൊക്കെ ഇത്രയും സമയം മറ്റാരും ഇല്ലാതെ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്നും എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗ്യം ഇതുപോലുള്ള ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ, ഇത്രയും ഭയപ്പെടുത്തുന്ന വല്ലാത്തൊരു വിഷയമായിരുന്നു. അതിന് പൂർണ്ണമായും പരിഹരിച്ചു കൊടുക്കാനും, അത് പരിഹരിച്ചതിന് ശേഷം ഈ വിദേശത്ത് താമസിക്കുന്നവർ വന്നിട്ട് അതിനെക്കുറിച്ച് എന്നോടൊക്കെ ഒരുപാട് നല്ല വർത്തമാനങ്ങൾ പറയാനും അവരും എൻ്റെ കഴിവിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും ഇന്ന് പലരും എന്നെ ഇങ്ങനെ പല കേസുകളിലും നന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ദൈവം ഇതിനൊക്കെ യോഗ്യനാണോ ഞാൻ, അല്ലെങ്കിൽ ദൈവം ഇതിനൊക്കെ എന്നെ തിരഞ്ഞെടുത്തല്ലോ. ഞാൻ കോടി നന്ദി അന്നും ഇന്നും ദൈവത്തിനോട് പറയുന്നുണ്ട്. കാരണം നമുക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം ഏത് മേഖലയിൽ വിജയിക്കുന്നതിനും. ഭാഗ്യം അത് നമുക്കൊരു മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടില്ല, നമുക്ക് അത് ശ്രമിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. ഭാഗ്യം അത് ദൈവം നമുക്ക് തരുന്നതാണ്. ആ ഭാഗ്യം, അല്ലെങ്കിൽ ഒരു ഭാഗ്യം ദൈവം നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണം. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്നെക്കാളും ദൈവത്തിന് പ്രിയപ്പെട്ട ഒരുപാട് പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ അത് പൂർണ്ണമായും അത് പരിശോധിച്ച് പരിഹരിക്കാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പൂർണ്ണമായും ഞാൻ അതിനെ മാറ്റിത്തരികയും ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ തന്നെ നേരിട്ടറിയാം. അത് നേരിട്ട് വന്നാലും നമുക്ക് തമ്മിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ജ്യോതിഷം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത്. ഞാൻ തിരുവനന്തപുരത്താണ് ഉള്ളത്. അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഒരു ദിവസവും സമയം ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വരിക. തീർച്ചയായിട്ടും നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായും അത് ഞാൻ പരിഹരിച്ച് തരികയും ചെയ്യാം. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.